ഹലോ, മൊമെൻറ്റ്സ് ആൻഡ് മെമ്മറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ? ഇന്ന് ഞങ്ങൾ ഒരു ഗ്രോസറി ഷോപ്പിംഗ് പരിപാടികളൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാം. വലിയ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നുമല്ല ഇന്നത്തെ വീഡിയോ, പക്ഷേ ഇന്ന് കാണുന്ന കാഴ്ചകളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പം വീഡിയോ കണ്ടിട്ട് തിരിച്ചു വന്നാലോ? അരി എടുക്കണം. ഇതെല്ലാം അരിയാണ് ഇരിക്കുന്നത്. മതി. ഫസ്റ്റ് ടൈം നമ്മൾ വാങ്ങിയതായമ്മേ, ഗുരുദേവ് ബ്രാൻഡ്. നല്ലതായിരുന്നു. ഇതെല്ലാം ചെറുപയർ, പരിപ്പ്, കടല. അയ്യോ, ഇവിടെ പാട്ട് ഇതെല്ലാം കോപ്പിറൈറ്റ് വരും മിക്കവാറും. തൈര്, ദോശമാവ്. ഇല്ലേലും കുഴപ്പമില്ല, അല്ലെങ്കിൽ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇടാം. ഒന്ന് കറിവേപ്പില എടുത്തു. ഇതാ വാഴയില വെച്ചിരിക്കുന്നുണ്ടോ, അടയുണ്ടാക്കാനും അങ്ങനെയൊക്കെ ആവശ്യത്തിന് വാഴയില. ഈ ഒരു ചെറിയ ബാഗിന് അവർ ചാർജ് ചെയ്യുന്നത് $1.49 ആണ്. ചെറുതാണ് നല്ലതെന്നോ? അല്ല, ചെറുതയാണ്. ഞാൻ കുറച്ച് മല്ലിയില എടുക്കുന്നുണ്ട്. സവോള തന്നെ ഉണ്ട്. ഇഞ്ചി 2 ടൈപ്പ് ഉണ്ട്. മതിയോ? മതി മതി. ഇത് ചീനി. എന്ത് ചീനി എന്നാ പറയാ? വെറും ചീനി. ചീനി എന്നാ പറയുന്നത് നമ്മുടെ നാട്ടിലാണ്. ഇവിടെ എന്നാ പറയുന്നത്? നാട്ടിൽ ഇതിന് ചീനിക്കിഴങ്ങെന്നാ പറയുന്നത്. സ്വീറ്റ് പൊട്ടറ്റോ എന്നാണ് എവിടെ എഴുതിയേക്കുന്നത്, പക്ഷെ ഇതല്ല ശരിക്കുള്ള സ്വീറ്റ് പൊട്ടറ്റോ. ഇതല്ല, അത് നമ്മുടെ നാട്ടിലെ മുളക് കിട്ടത്തില്ല. ഇത് തായ് ചില്ലി എന്ന് പറഞ്ഞ ഒരു മുളകാണ്. അതാ നമ്മൾ സാധാരണ വാങ്ങുന്നത്. അത്യാവശ്യം ഈ കൂട്ടത്തിൽ എരിവുള്ള മുളക് ഇതാ. അതുകൊണ്ട് ഇതാണ് നമ്മൾ വാങ്ങണേ. എനിക്ക് കുറച്ച് ഉണ്ടവിടെ. കുറച്ച് ഉള്ളി എടുത്തോ. ഇഡലി, ദോശ, ചെമ്പാത്തിട്ട് വേണ്ട. ഇത് നമ്മൾ ഓട്സിന്റെ പുട്ടുപൊടി എടുത്തു. ഇത് ഇൻസ്റ്റന്റ് പൊടി മിക്സാ. ഇത് എടുത്തു കഴിഞ്ഞാൽ പാലപ്പത്തിന്റെ തന്നെ. ഇത് പൊടിയാണ്. അപ്പൊ ഒന്നും മിക്സ് ഇല്ല. അപ്പം ഇത് കറക്റ്റ് ആയിട്ടെന്ന് വിചാരിക്കുന്നു. ഇത് ഈസ്റ്റേണിന്റെ. പിന്നെ നമ്മൾ ഓട്സിന്റെ പുട്ടുപൊടി എടുത്തില്ലേ? ഓട്സിന്റെ പുട്ടുപൊടി എടുത്തു. വേറെ ബ്രൂവിന്റെ കോഫി, പിന്നെന്താ സെർലാക്ക്, ബൂസ്റ്റ്, ഹോർലിക്സ്. ഹോർലിക്സിൻ്റെ പല ഫ്ലേവറിലുള്ള സാധനങ്ങൾ, പാൽപ്പൊടി, നമ്മുടെ മസാല ഓട്സിൻ്റെ പൊടി, മാഗി നൂഡിൽസ്. ഇവിടുന്ന് ഞാനൊരു മിക്സ്ചർ എടുത്തു. അത് ഏട്ടന് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു. ഏതാണെന്നൊന്ന് നോക്കട്ടെ, എനിക്ക് ഓർമ്മയില്ല ഇപ്പോൾ ഏതാ വാങ്ങിയിരുന്നതെന്ന്. കടലമുട്ടായി, എള്ളുണ്ട. വൈറ്റ് എള്ളുണ്ട ഉണ്ട്, ബ്ലാക്ക് എള്ളുണ്ട ഉണ്ട്. അതിന് തന്നെ പല ബ്രാൻഡിൻ്റെ ഉണ്ട്. പിന്നെ ഇതാ നമ്മുടെ ചിപ്സ്, ഉപ്പേരി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഇതാ കോൺഫ്ലെക്സ് മിക്സ്ചർ. ഇത് ഏട്ടനും അമ്മയ്ക്കും ഇഷ്ടമായ ഒരു സാധനമാണ്. അമ്മ ഇവിടുത്തെ മാഗിയുടെ ഒരു സോസ് എടുക്കുവേ. ഇതും കൊണ്ടാണ് അമ്മയുടെ ജീവിതം മുഴുവൻ. എന്ത് കഴിക്കണ്ടേ. കഴിഞ്ഞ ദിവസം ചപ്പാത്തി വരെ ഈ സോസ് മുക്കി കഴിക്കുന്ന കണ്ടു. ചില്ലി ഗാർലിക് അല്ലായിരുന്നു അമ്മേ? ഇതായിരിക്കണം, ചില്ലി ഗാർലിക്. മാഗിയുടെ അല്ലേ? മാഗിയുടെ അല്ല, അതാ. അമ്മ സാധാരണ വാങ്ങുന്ന മാഗിയുടെ ബ്രാൻഡാണ്. പക്ഷെ ഇന്ന് നമുക്ക് മാഗി കിട്ടിയില്ല. അതിന് പകരം സ്വാദിൻ്റെ ബ്രാൻഡാണ് കിട്ടിയത്. കോക്കനട്ട് മിൽക്കൊക്കെ ഇങ്ങനെ നമ്മൾ ക്യാനിലാണ് വാങ്ങുന്നത്. ഇതാ ഇവിടെയുണ്ട്. ഇരിപ്പുണ്ടോ അമ്മ വീട്ടിൽ? ലക്സേച്ചിയുടെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയില്ലേ, അത് ഈ ടിന്നിലെ മാംഗോ പൾപ്പ് വെച്ചിട്ട് ഉണ്ടാക്കിയത്. ഗുലാബ് ജാമുന്, രസഗുള, ഇത് മാംഗോ പൾപ്പ്, ഡേറ്റ്സ്, പപ്പടങ്ങൾ, പല വെറൈറ്റി ഫ്രൈംസ്, പപ്പടം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഈ സാധനം നമുക്ക് വേണ്ടതാ. കിസ്മിസ്, ചെറിയ റേസിൻസ് ആണ്. ഇത് മാത്രമല്ല, നമ്മൾ വീട്ടിലെല്ലാവരും അത്യാവശ്യം കഴിക്കുന്ന ഒരു സാധനമാണ്. അപ്പം
ഇതൊരു 2 ബാഗ് എടുക്കുന്നുണ്ട്. ഉണ്ടോ ചിക്കൻ പല വിധത്തിൽ മുറിച്ചത്, മാരിനേറ്റ് ചെയ്തത്, ഓരോ സ്പെഷ്യൽ പീസുകളും ഇങ്ങനെയുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഗ്രൗണ്ട് ചെയ്ത് ചിക്കനൊക്കെ ഉണ്ട്. ബീഫ്, മട്ടൻ, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് നമ്മൾ ബിരിയാണിക്കുള്ള ചിക്കൻ വാങ്ങാൻ പോണത്. 5 ലെഗ് പീസ് മാത്രമായിട്ടുള്ള ഇത് വാങ്ങിയിട്ടുണ്ടേ. കഴിഞ്ഞ ദിവസം ബിരിയാണി ഉണ്ടാക്കി ഒന്നൊത്തപ്പോൾ ഏട്ടൻ ഇച്ചിരി കോൺഫിഡൻസ് ലെവൽ കുറച്ച് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും ഒരു ബിരിയാണി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. ഈ മീനുകളൊക്കെ ഞാൻ നേരത്തെ കാണിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നത്. നത്തോലി ഒരു ഫില്ല് ചെയ്തിട്ടുണ്ട്. പല ടൈപ്പിലുള്ള മീനുകൾ. ഇതാ നമ്മുടെ അയലയുണ്ട്, നത്തോലി ഉണ്ട്. പിന്നെ ഇതാ ഇവിടെ കിളിയുണ്ട്, നെയ്മീനുണ്ട്. ഇതെല്ലാം ഫ്രോസൺ ആട്ടോ. എല്ലാം ഫ്രോസൺ. എന്താ മത്തി, എന്താ അത് നന്നാക്കിയതാണ് അമ്മച്ചി എടുത്തത്. ഒരു പല ബ്രാൻഡാട്ടോ, ഇത് വേറെ ബ്രാൻഡ്. ഇതാ ഇനി നമുക്ക് വീട്ടിൽ കറി ഉണ്ടാക്കാൻ വയ്യെങ്കിൽ എല്ലാം നമ്മുടെ നാട്ടിലത്തെ ടേസ്റ്റോട് കൂടി കിട്ടുന്ന അവിയൽ, ചക്കക്കുരു മാങ്ങാക്കറി, പപ്പായ തോരൻ, ചില്ലി കൊത്ത് പൊറോട്ട, പുട്ട്, ഇലയട, ബനാന ഫ്രൈ, ഇഡ്ഡലി, തട്ടുദോശ, ബനാന പീൽ ചെറുപയർ തോരൻ, വാഴയ്ക്കയുടെ തൊലിയും ചെറുപയറും കൂടെ തോരൻ. ഇതെല്ലാം ഫ്രോസണാ. എടുക്കുക, ചൂടാക്കുക, കഴിക്കുക. അത് തന്നെ. ഫിഷ് കട്ട്ലറ്റ് ഉണ്ട്, ഉപ്പുമാവുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. കൂട്ടുകറി, റെഡ് ഒനിയൻ വട, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. സമൂസ, ഇങ്ങനത്തെ സാധനങ്ങളുണ്ട്. നോർത്ത് ഇന്ത്യൻ ടൈപ്പിലെ സാധനങ്ങളുണ്ട്. സമൂസ ഇതുപോലെല്ലാം വാങ്ങിച്ചിട്ട് ചൂടാക്കി കഴിക്കുക. മാസം ഞാൻ തിരിച്ചു മലബാർ പൊറോട്ട, വീട്ടിൽ പൊറോട്ട ഇരിപ്പുണ്ട്. മട്ടൻ ബിരിയാണി ഏട്ടനോട് പറയാം, വെറുതെ കഷ്ടപ്പെടണ്ട. ആ ബിരിയാണിയൊക്കെ ഇങ്ങനെ ഫ്രോസൺ ഉണ്ട്. മട്ടൻ കറിയുണ്ട്, പരിപ്പ് വട, പുട്ട്, റാഗി പുട്ടുണ്ട്, ചെമ്പാപ്പുട്ടുണ്ട്. ഇടിയപ്പം കാണിച്ചായിരുന്നോ? ഇടിയപ്പം അങ്ങനെ എന്ന് വെച്ചാൽ എല്ലാം കിട്ടും. എല്ലാ സാധനങ്ങളും കിട്ടും. നാട്ടിൽ നിന്ന് വേണ്ട എന്ത് സാധനങ്ങളും ഫ്രോസൺ ആയിട്ടൂടെ കിട്ടും. തേങ്ങ ചിരവിയത്, ഇത് ഡെയിലി ദിലേറ്റിൻ്റെ ബ്രാൻഡാണ് നമ്മൾ എടുക്കുക. അത് തേങ്ങ നുറുക്കിയത് വേണം, സ്ലൈസ്ഡ് ആണെങ്കിൽ വേണമെങ്കിൽ അങ്ങനെയും ഇതാ ഉണ്ട്. അറിയാൻ പറ്റില്ലാത്തവർക്ക് അവിയൽ മിക്സ് ഫ്രൂട്ട്സൻ, ഇതാ കോൺ, ഇത് കണ്ടോ ചിക്കു സ്ലൈസ്. ഇത് നമ്മുടെ എന്താ ഇതിന് പറയുക, സപ്പോട്ട ചിക്കു. പിന്നെ ഇതാ അമ്മയുടെ ഒരു ഫേവറേറ്റ് സാധനം എടുക്കാൻ പോവുക. എപ്പോൾ വന്നാലും എടുക്കുന്ന ഒരു സാധനം, ചനാക്കടൽ. ഇതാണ് അമ്മയുടെ ഒരു ഫേവറേറ്റ് സാധനം. പൂൽ മഖാന, ഇത് താമരയുടെ വിത്തല്ലേ, താമര വിത്ത്. ഇതാ ഇനി തേങ്ങ ഉണക്കി ചെവി ഉണക്കിയ ഫ്ലേക്സ് ആണ് വേണ്ടെങ്കിൽ അങ്ങനെ, പൗഡറാണ് വേണ്ടെങ്കിൽ അങ്ങനെ. ഇതാ നമ്മുടെ മലര്, ഹണി. ഇതുണ്ടോ ഹണി ബോക്സിൽ, ഹണി കോമ്പായിട്ട് തന്നെ. ഇതിൽ കാണാമെന്ന് അറിയത്തില്ല, നമ്മുടെ ആ തേനിൻ്റെ ആ അട പോലെ തന്നെ ഉണ്ട്. അതിങ്ങനെ ഇവിടെയുള്ളവരൊക്കെ ഇങ്ങനെ കഴിക്കും. അത് ആണോ? പിന്നെ ഇതാ തേങ്ങ സ്ലൈസ് മുമ്പേ നമ്മൾ ഫ്രോസൺ കണ്ടില്ലേ, ഇത് ഉണക്കിയത് കൊപ്രത്തേങ്ങ അല്ലേ? തേങ്ങ പൊടി, ഇത് വെള്ളത്തിൽ കലക്കി ഇടുന്നവരുണ്ട്. അങ്ങനെയൊക്കെ. ഇതാ കാഷ്യൂ നട്ട്സ്, കിസ്മിസ്, ബദാം, ഉപ്പിലിട്ട മുളക്, ഉപ്പിലിട്ടത്. ഇതെല്ലാം ഉപ്പിലിട്ട ഐറ്റംസ് ആണ്. നമ്മുടെ പരിപാടി കഴിഞ്ഞില്ല. ഇനി എന്തെങ്കിലും വാങ്ങാനുണ്ടോ?
നമ്മൾ വാങ്ങാറുള്ള ഒരു സാധനമാണ് ഇത്, നന്നാറി സിറപ്പ്. ഇത് നാരങ്ങ പിഴിഞ്ഞ് സോഡ ഒഴിച്ച് കുടിച്ചാൽ സൂപ്പറാണ്. അപ്പം ഇത് വാങ്ങാറുണ്ട്. അത് പക്ഷേ വീട്ടിലിരിപ്പുണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം എടുക്കുന്നില്ല. അതേപോലെ തന്നെ ജീര മസാല, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. സർബത്ത്, മാങ്കോടെ ഇത് ഐസ്ക്രീം സിറപ്പ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇത് നമ്മുടെ ഹോൾ മസാലകളാണ്. അതായത് കുരുമുളക്, ഗ്രാമ്പു, ബേ ലീവ്സ്, മല്ലി, ഗരം മസാലയാണ്. ഇത് നമുക്ക് എല്ലാം കൂടെ ഉള്ളത് പൊടിക്കുന്ന പോലത്തെ എല്ലാം കൂടി ഉണ്ട് അതിൽ പൊടിക്കാം. ഇവിടെ പൊടികളെല്ലാം ഉണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ക്രഷ്ഡ് ചില്ലീസ്, ഒരുപാടുണ്ട്. ഇതിങ്ങനെ കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നെങ്കിലും തീരത്തില്ല. ഇവിടുത്തെ ഐറ്റംസ് എല്ലാം കാണിച്ചാൽ ഇന്നെങ്കിലും തീരത്തില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂസിക് കാരണം ഒരു രക്ഷയില്ല. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നാട്ടിൽ കിട്ടുന്ന എല്ലാവിധ സാധനങ്ങളും ഇവിടെ കിട്ടും. നാട്ടിൽ നിന്നൊന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല, എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. ആകെ ഇനി കിട്ടില്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ചേന ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടാൻ, ഫ്രോസൺ കിട്ടും, ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടാൻ ഇച്ചിരി പാടാ. പിന്നെ മീൻ, നമ്മുടെ നാട്ടിലെ മീനിൻ്റെ ടേസ്റ്റിൽ ഫ്രഷായിട്ട് ഇവിടെ കിട്ടത്തില്ല. അതായത് ഇവിടുത്തെ മീനിൻ്റെ ടേസ്റ്റ് ആയിരിക്കും. അതെത്ര നമ്മൾ നമ്മുടെ അയല വാങ്ങിയാലും എല്ലാം നാട്ടിലത്തെ ഒരു ടേസ്റ്റ് കിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വേറൊരു ടേസ്റ്റാണ്. പക്ഷേ എല്ലാം കിട്ടുമോയെന്ന് ചോദിച്ചാൽ എല്ലാം കിട്ടും. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇവിടെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ, എല്ലാ സാധനങ്ങളും കിട്ടും. ബാഗ് എടുക്കാൻ മറന്നു. മധുരം ഇട്ടിട്ടുണ്ടാവില്ല. മധുരം ഇടണം. വേണോ? എന്ത് വേണോ? കുറച്ച് മധുരം ഇട്ടു. ഇട്ടേ? അത് മതി, അതിട്ടു. അത്ര വേണോ? ഇപ്പോൾ അവർ പുതിയതായിട്ട് ആഡ് ചെയ്തു കേട്ടോ. ഇവരിപ്പോൾ ഫ്രീ ചായയും ബിസ്ക്കറ്റും തരുന്നുണ്ട്. ഞങ്ങളത് അവിടെ നിന്ന് ഒരു ചായ എടുത്തു. നല്ല ചായ, ഇഞ്ചിയൊക്കെ ഇട്ട് കഴിച്ചു നോക്കൂ. ഇതാ നമ്മുടെ ശർക്കര വരട്ടി, മിക്സ്ചർ, പക്കാവട, ഇതാ കുഴലപ്പം, ആന്ധ്രാമുറുക്ക്, ഇതാ ചില്ലി, കാരസേവ, അങ്ങനെ പീനട്ട് റോസ്റ്റ്, എല്ലാ സാധനങ്ങളും ഉണ്ട്. സ്വീറ്റ്സ് അവരുണ്ടാക്കി വിൽക്കുന്നതാണ്. ലൂസ് എന്ന് പറഞ്ഞ കടയിൽ വന്നിരിക്കുകയാണ് നമ്മൾ. ഇവിടുന്ന് എനിക്ക് ഒരു സാധനം വാങ്ങാനുണ്ട്. 4 തൈ പയർ ആശിച്ചേച്ച് തന്നിരുന്നു. ഞാൻ പൊതുവേ ഇങ്ങനെ കൃഷി ചെയ്യുന്ന ഒരാളല്ല. അപ്പം ആശിച്ച് ഇങ്ങനെ തൈ തന്നപ്പോൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പം അമ്മയാണിപ്പോൾ അതിനെ ശുശ്രൂഷിക്കുന്നതൊക്കെ. അപ്പം അതിന് കുറച്ച് കമ്പോസ്റ്റിൻ്റെ ഒക്കെ ആവശ്യമുണ്ട്. അപ്പം നമ്മൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇവിടുന്ന് വളം വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ആ സാധനം എടുക്കുക. നോക്കട്ടെ എവിടെ ഔട്ട്ഡോർ. ഇതെല്ലാം പോട്ടിംഗ് മിക്സാണ്. ഗാർഡൻസ്. ഈ സാധനമാണ് നമ്മൾ വാങ്ങാൻ പോകുന്നത്. കൗ മാന്യൂർ ആൻഡ് കമ്പോസ്റ്റ്. അതായത് പശുവിൻ്റെ ചാണകവും കമ്പോസ്റ്റും മിക്സ് ആയിട്ടുള്ള സാധനം. ഇത് നമ്മുടെ ചെടിക്കിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് വളരുമെന്ന് തോന്നുന്നു. അപ്പം നമുക്കിത് ഒരു ബാഗ് എടുക്കാം. ഇതാ ഒരു കുട്ടി വാഴത്തൈ നിൽക്കുന്നു. എല്ലാം ചെടികൾ. ഇതാ ചെമ്പരത്തി, ഇതാ നമ്മുടെ നാട്ടിലൊക്കെയുള്ള ചെത്തി, കുഞ്ഞി ചെത്തി. കുറച്ചുകൂടെ വലിയ ചെത്തി. ഇതാ നമ്മുടെ റെഡ്, നാട്ടിലെ നല്ല വലിയ റെഡ് ചെത്തി. കാക്ടസിൻ്റെ ലിസ്റ്റിൽ പെട്ട സാധനങ്ങളെല്ലാം അത് അവർ ഒന്നിച്ച് വെച്ചേക്കും. നല്ല ഭംഗിയുണ്ട് കാണാൻ. കാക്ടസിൻ്റെ നല്ല രസമുണ്ടല്ലേ കാണാൻ. ഞാൻ
നമ്മുടെ വീട്ടിലെ റോസിനിടുന്ന വളം ഇതാണേ. പ്ലാൻ ഫുഡ് റോസിന് മാത്രമായിട്ടുള്ളത്, റോസിന് വേണ്ടിയിട്ട് പ്രത്യേകം, അങ്ങനെ പല പ്ലാന്റിന് വേണ്ടിയിട്ടും പ്രത്യേകമാണ്. വെജിറ്റബിൾ സൺഫ്ലവർ ഇത് കണ്ടോ, പാമ്പിന് വേണ്ടിയിട്ട് പ്രത്യേകം, അങ്ങനെ പല ടൈപ്പ് ചെടികൾക്ക് അതിൻ്റേതായ ഇതുണ്ട്, ട്രീറ്റ്മെൻറ്റും ഫുഡും ഒക്കെയാണുള്ളത്. ഈ ചെടിക്ക് പറയുന്നവര് അതെനിക്കറിയില്ലടി, നാട്ടിൽ ഞാൻ അങ്ങനെ ഇതാ കുറേ കാക്ടസ് കണ്ടോ അമ്മ, നല്ല രസം. നല്ല രസമല്ലേ ഇത് കാണാൻ, നല്ല രസമുണ്ട്. കാക്ടസിൻ്റെ തന്നെ പല വെറൈറ്റി സാധനങ്ങൾ. ഓക്കെ, നമ്മൾ ലോ മെയിൻ്റനൻസ് സാധനങ്ങൾ മാത്രമേ ഞാൻ വാങ്ങാറുള്ളൂ. അതുകൊണ്ട് എപ്പോഴും റോസസാണ് ഞാൻ എപ്പോഴും പോയി പിക്ക് ചെയ്യുക. കാരണം ഞാൻ വളരെ മോശമാണ് പ്ലാന്റ് ടേക്ക് കെയർ ചെയ്യാനായിട്ട്. ഇത് നമ്മുടെ ട്രാഷ് കളയുന്നതാണ്, ട്രാഷ് ബോക്സസ് ആണ്. ഇത് നമ്മൾ എല്ലാ വ്യാഴാഴ്ചയും ഓരോ സിറ്റിയിലും ഓരോ ദിവസങ്ങളിലാണ് ട്രാഷ് എടുത്ത് പുറത്ത് വയ്ക്കുന്നത്. ഇന്നിവിടെ വ്യാഴാഴ്ചയാണ്, അപ്പോൾ ബുധനാഴ്ച രാത്രി നമ്മളെടുത്ത് ട്രാഷിലെടുത്ത് വെളിയിൽ വെക്കും. 2 ടൈപ്പ് ഉണ്ട്, ഒന്ന് നമ്മുടെ ഫുഡ് വേസ്റ്റ് ട്രാഷ്, പിന്നെ മറ്റേത് റീസൈക്കിൾ. അങ്ങനെ 2 ബോക്സാണ് ഇവിടെ വെക്കുക. നിങ്ങൾക്ക് റോഡിലൊക്കെ നോക്കിയാൽ കാണാം, എല്ലാ വീടിൻ്റെ മുന്നിൽ ഇതേപോലെ വെച്ചിട്ടുണ്ടാവും, ഇതൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനിപ്പം ഇതിൻ്റെ എല്ലാം കഴിഞ്ഞ് അവർ ക്ലീനപ്പ് ചെയ്ത് വെച്ചിരിക്കുക. ഇനിയിപ്പോൾ ഞാനിതെടുത്ത് തിരിച്ച് അകത്തേക്ക് വെക്കാൻ പോകാം. ഇത് ഭയങ്കര ഈസി ആയിട്ട് ഞാൻ വലിച്ചുകൊണ്ട് പോകുന്നെന്ന് തോന്നുന്നുണ്ടാവും, പക്ഷെ ചുമ്മാ വലിക്കുന്നതല്ല, ഇതിൻ്റെ അടിയിൽ വീലുണ്ട്, അതുകൊണ്ടാണ് നല്ല ഈസി ആയിട്ട് വലിച്ചുകൊണ്ട് പോകുന്നത്. അത് നമ്മുടെ ബാക്ക് യാർഡിൽ വയ്ക്കണം. ഇതിൻ്റെ എല്ലാവരും എടുത്ത് മാറ്റി കഴിയുമ്പോൾ തുറന്നിട്ട് കഴിഞ്ഞാൽ 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന് തുറന്നിടാൻ പാടില്ല, 2 ചിക്കും കുക്കി ഇറങ്ങി ഓടും. അപ്പോൾ നമ്മൾ ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി. ഗാർഡനിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു, അതെല്ലാം വാങ്ങി. 3 റോസ് വാങ്ങി. അതൊക്കെ ഇന്ന് എപ്പോഴെങ്കിലുമൊക്കെ കുഴിച്ച് വെക്കണം, എന്നാന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. പക്ഷേ അപ്പം ഇവിടെ ഭയങ്കര ചൂട്, ശരിക്കും പറഞ്ഞാൽ സമ്മർ തുടങ്ങിയിട്ടില്ല, പക്ഷെ ഭയങ്കര ചൂട്. വെളിയിൽ നിൽക്കാൻ നിവൃത്തിയില്ല, അത്ര ചൂടാണ്. വെളിയിൽ ഇറങ്ങിയിട്ട് ഭയങ്കര ടയേർഡായി, അതുകൊണ്ട് ഓടി തിരിച്ച് വീട്ടിൽ വരുമായിരുന്നു. ഇന്ന് വാങ്ങിയ സാധനങ്ങൾ പെട്ടെന്നൊന്ന് കാണിച്ചു തരാവേ. ഇവിടെ ഞാൻ സാധാരണ തൈര് ഞാൻ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ലെക്സ ചേച്ചി എനിക്കത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നേക്കുന്നത്. ഓവനിലൊക്കെ വെച്ചാണ് ഇവിടെ തൈര് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ഹോൾ മിൽക്ക് വാങ്ങിയിട്ടുണ്ട്. അയല നന്നാക്കിയതാണ്. ഇത് ഡെയിലി ഡിലൈറ്റിൻ്റെ തന്നെ ബ്രാൻഡിൻ്റെ ഫ്രോസൺ അയലയാണ്. നമ്മുടെ ഉപ്പ്, ഇത് അമ്മയുടെ ഗാർലിക് ചില്ലി സോസ്, നമുക്ക് റേസിൻസ് തീർന്നായിരുന്നു അത്, ഓട്സിൻ്റെ പുട്ടുപൊടി, അപ്പം പൊടി, റോസ്റ്റഡ് റവ, ആട്ട. ഇത്രയും സാധനങ്ങളാണ് പൊടി ഐറ്റംസ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. ദോശ മാവ് ടിന്നിലുള്ളതാണ് നമ്മൾ സാധാരണ വാങ്ങാറുള്ളത്, അത്. പിന്നെ അമ്മയ്ക്ക് ഈ നാട്ടിൽ നിന്ന് വന്നുകൊണ്ട് ചേനയും ചേമ്പും കാച്ചിലും അങ്ങനത്തെ സാധനങ്ങൾ കാണുമ്പോൾ പ്രത്യേകിച്ച് ഒരു അട്രാക്ഷൻ ഉണ്ട്. അതുകൊണ്ട് അമ്മ ഇവിടെ ഉള്ളത് കൊണ്ട് അമ്മയ്ക്ക് ഈ ചേമ്പൊക്കെ ഇഷ്ടമായതുകൊണ്ട് ചേമ്പ്, അതേപോലെ തന്നെ ചീനിയും വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇഞ്ചി, ചെറിയുള്ളി, തക്കാളി, ഒരു അമ്മയ്ക്ക് എരിശ്ശേരി വെക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞു പീസ് മത്തങ്ങ, ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഏട്ടന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ ലെഗ്സ് വാങ്ങിയിട്ടുണ്ട്. 5 പീസിൻ്റെ ഒരു കിറ്റ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, മല്ലിയില, പുതിനയില, കറിവേപ്പില, എരിവുള്ള ചിപ്സ്, കോൺഫ്ലെക്സിൻ്റെ മിക്സ്ചർ, പിന്നെ വൈകിട്ട് വേണ്ടിയിട്ട് അതാ ക്രീം ഒനിയൻ്റെ ഫ്ലേവറുള്ള ഒരു ചിപ്സ്, റസ്ക്. ഇവിടെ ഏറ്റവും കൂടുതൽ ചിലവാകുന്ന ഒരു സാധനമാണിത്. വൈകിയും കഴിക്കും, ഞാനും കഴിക്കും, അമ്മ കഴിക്കും, ഇടയ്ക്ക് ഏട്ടനും കഴിക്കുന്നതാണ്. റസ്ക് നന്നായിട്ട് ചിലവാകും. പിന്നെ ഇതാ നമ്മളെപ്പോഴും വാങ്ങാറുള്ള ഈ ഡെയിലി ഡിലൈറ്റിൻ്റെ ഗ്രേറ്റഡ് കോക്കനട്ടാണ് വാങ്ങുന്നത്. ചിലപ്പോൾ അവിടെ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ വേറെ ബ്രാൻഡ് വാങ്ങാറുള്ളൂ. ഇതുണ്ടെങ്കിൽ എപ്പോഴും ഈ ബ്രാൻഡ് തന്നെയാണ് എടുക്കുന്നത്. എന്താ അമ്മയ്ക്ക് ഇഷ്ടമുള്ള ചന, കടല, വെളുത്തുള്ളി, 2 ബാഗ് സവോള വാങ്ങിയിട്ടുണ്ട്. ഡബിൾ ഹോൾസിൻ്റെ 10 കിലോയുടെ മട്ട റൈസ്.
അപ്പോൾ ഇത്ര സാധനങ്ങളൊക്കെയാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. മട്ട റൈസ് ഓരോ തവണയും കിട്ടുന്ന ബ്രാൻഡാണ് വാങ്ങുന്നത്. എപ്പോഴും ഞാൻ മറന്നു പോകും കഴിഞ്ഞ തവണ ഏത് ബ്രാൻഡാണ് വാങ്ങിയത്, കാരണം ഇത് കവർ പൊട്ടിച്ചിട്ട് നമ്മുടെ ബോക്സിൽ ഇട്ട് വെക്കുക. അപ്പം ഞാൻ കഴിഞ്ഞ തവണ ഏത് ബ്രാൻഡായിരുന്നു വാങ്ങിയിരുന്നത് എന്നൊന്നും ഓർക്കാറില്ല. കിട്ടുന്ന ചിലപ്പോൾ ബ്രാഹ്മിൻസ് ആയിരിക്കും, ചിലപ്പോൾ പവിഴം, ചിലപ്പോൾ ഡബിൾ ഹോഴ്സ്. അപ്പം ഏതാണോ ഇത് 3 എണ്ണം മാറി മാറിയൊക്കെ വാങ്ങാറുണ്ട്. പിന്നെ കമ്പോസ്റ്റ് വളം, കുറച്ച് പയറും, അങ്ങനെ കുറച്ച് കൃഷി. പയർ മാത്രമേ ഉള്ളൂ, പയറും തക്കാളി പയറും കുറച്ച് തക്കാളിയും മാത്രം കൃഷിയുണ്ട്. അപ്പം അതിന് കുറച്ച് വളമൊക്കെ ഇന്നിട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള വളം വാങ്ങി. ഇത്രയും വാങ്ങി. ഒരു 3 റോസും കൂടെ വാങ്ങിയിട്ടുണ്ട്. ഒന്ന് ക്ലൈംബിംഗ് റോസാണ്, റെഡ് കളർ ഇങ്ങനെ പൊക്കം വയ്ക്കുന്ന ടൈപ്പ് റോസ്. അപ്പം അതും പിന്നെ വേറെ 2 എണ്ണം. ഒരെണ്ണം നോക്കൗട്ട് എന്ന് പറയുന്ന നിറച്ച് പൂക്കുന്ന ഒരു റെഗുലർ ഹോട്ട് പിങ്ക് കളറിലെ ഒരെണ്ണം, റെഗുലർ പിങ്ക് കളറിലെ ഒരു റോസും, പിന്നെ ഒരു യെല്ലോയും പിങ്കും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു അതിൽ ഫ്ലവർ കാണാൻ മാത്രമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വെയിലത്ത് ഇരിക്കുന്നത് കൊണ്ട് അത് പൂവൊക്കെ വലിയ ഭംഗിയില്ലാതെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. പിങ്കും യെല്ലോയും കൂടെ ഫ്ലവർ ഉള്ളതാണ്. ഈ 3 റോസും പിന്നെ വളവും, ഇത്രയും സാധനങ്ങൾ വാങ്ങി. ആ റോസ് എടുക്കാനായിട്ട് അത് ഇവിടെ വെയിലത്തരഞ്ഞിരുന്നു. അവിടെ പോയി നിന്നുമല്ല, ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു. അപ്പം പിന്നെ വിചാരിച്ചു ബാക്കിയുള്ള ഷോപ്പിംഗ് ഒക്കെ അവിടെ കിടക്കട്ടെ, പിന്നെ ഒരു ദിവസം ചെയ്യാം. തൽക്കാലം ഇത്രയായിട്ട് നമുക്ക് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങ് തിരിച്ചു പോരുന്നു കേട്ടോ. അപ്പം അതായിരുന്നു ഇന്നത്തെ സംഭവങ്ങളൊക്കെ. ഞാൻ പൊതുവേ കൃഷി ചെയ്യാത്ത ഒരാളാണ്. കാരണം എൻ്റെ കയ്യിൽ ഏത് പ്ലാന്റ് കിട്ടിയാലും അത് നശിച്ചു പോകും. അതുകൊണ്ട് ഞാനിപ്പം ആരെങ്കിലും എന്തെങ്കിലും ചെടി തരാമെന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ ആലോചിക്കും, എൻ്റെ കൈ കിട്ടിയാൽ അതിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് എന്ന് വിചാരിച്ചിട്ട് സാധാരണ ഞാൻ വാങ്ങാറില്ല. ഇവിടെ എനിക്ക് ആകെയുള്ള ലൈവ് പ്ലാന്റ് എന്ന് പറയുന്ന സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാവേ. എന്താ ഈ ഒരു ചെടി, ഇതിനധികം മെയിൻ്റനൻസ് ഇല്ലാത്തതാ. ഇത് റിയൽ പ്ലാന്റ് ആട്ടോ, ഇതിനധികം മെയിൻ്റനൻസ് ഇല്ല. അതുകൊണ്ട് ഈ ഒരു ചെടി ഇവിടെ കുറച്ച് നാളായിട്ട് നിൽപ്പുണ്ട്. വല്ലപ്പോഴും ഓർക്കുമ്പോഴൊക്കെ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ അവിടെ നിന്നോളും. അതൊന്ന്. പിന്നെ ദാ ഈ മണി പ്ലാന്റ്. ഈ മണി പ്ലാന്റും അവിടെ വലിയ തിരക്കേടില്ലാതെ ഇച്ചിരി ഒന്ന് വാടി ക്ഷീണിതനാവുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ നിന്നോളും. അപ്പം ഈ 2 ചെടികളെ എനിക്ക് റിയലായിട്ടുള്ളതുള്ളൂ. ഇതാണ് നമ്മൾ ഇന്ന് വാങ്ങിയ 3 റോസ്. ഈ റോസിൻ്റെ പൂവൊക്കെ വലിയ ഭംഗിയില്ലാതെ നിൽക്കുന്നത് കാരണം അവർ പൊരിഞ്ഞ വെയിലത്താണ് ഇതിനെ കൊണ്ടുവന്ന് നിർത്തിയിരുന്നത്. അതുകൊണ്ട് ഇതാ ഇങ്ങനെ ഒരു യെല്ലോയും പിങ്കും കൂടെ വരുന്ന ഒരു ഫ്ലവറാണിത്. പിന്നെ ഇത് റെഗുലർ നോക്കൗട്ടാണ്. ഇത് ഇവിടെ ഒരുപാട് പൂക്കുന്ന ചെടിയാണ്, നിറച്ച് വളരും. പിന്നെ ഇത് കണ്ടോ, ഇത് നല്ലൊരു റെഡ് പൂവാണ്, പക്ഷെ അത് കരിഞ്ഞ് ഉണങ്ങി നിൽക്കുകയാണ് അതിൻ്റെ അവസ്ഥ. ഇത് ക്ലൈംബിംഗ് റോസ് ആണെന്നാണ് പറയുന്നത്. ഇത് നല്ല പൊക്കം വയ്ക്കുന്ന ചെടിയാണ്. അപ്പം ഇതിന് കയറിപ്പോകാൻ എന്തെങ്കിലും ഒരു സാധനം വെച്ച് കൊടുക്കണം. കാരണം ഇതാ നമ്മുടെ വെള്ള റോസ് നന്നായിട്ട് പൂത്തിട്ടുണ്ട്. ഇപ്പം അമ്മ എല്ലാ ദിവസവും വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട്, അതുകൊണ്ട് നന്നായിട്ട് നിൽക്കുന്നു. നമ്മുടെ ക്ലൈംബിംഗ് റോസും കൂടെ നട്ടിട്ടുണ്ട്. 2 റോസ് നട്ട്, ഇനി 1 കൂടെ ബാക്കിയുണ്ട്. അതിനിപ്പോൾ ഇന്ന് നടക്കും തോന്നില്ല. ഇപ്പം സന്ധ്യ ആയ പോലെ തോന്നുന്നു, പക്ഷെ ഇപ്പം 8:30 ആവാറായി എന്ന് തോന്നുന്നു. രാത്രി 8:30 ആവാനായി. ഇതിനി ക്ലൈംബിങ്ങിനുള്ള സാധനം വളരുമ്പോൾ മതി. കമ്പും എല്ലാം കെട്ടിക്കൊടുക്കുമോ. സമയം രാത്രി 9 മണിയായെങ്കിലും 3 റോസാ തൈകളും നട്ടിട്ട് ഇരുട്ടുന്നതിന് മുമ്പ് വീടിനകത്ത് കയറാൻ പറ്റിയിട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ ബൈ.